ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ലാസ്റ്റായിട്ട് എന്നെപ്പോയ ആയുഷ് ഗേൾസ് ഹോസ്റ്റലിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറേ കമൻറ്റ്സ് വന്നായിരുന്നു, ഓരോരോ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതിന് പകരം നമുക്കതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിനെ കുറിച്ചാണ്. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഫുഡ് അത്യാവശ്യം നല്ലതാണ്. നമ്മൾ അതർ ഹോസ്റ്റൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫുഡാണ്. എല്ലാ ദിവസവും നമുക്ക് വേറെ വേറെ മെനൂസാണ് വരുന്നത്. പിന്നെ ചിക്കൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മിക്ക ദിവസങ്ങളിൽ നമുക്ക് ചിക്കനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് മീൻകറി ആണെങ്കിലും അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഹോസ്റ്റലേഴ്സിന് ഇവിടുന്ന് രാവിലെയും പിന്നെ ഉച്ചയ്ക്കും പിന്നെ വൈകുന്നേരം നമുക്ക് ചായ കിട്ടും, പിന്നെ രാത്രി നമുക്ക് ഡിന്നറും കിട്ടും. ഇങ്ങനെയാണ് ഇവിടുത്തെ മെനു വരുന്നത്. പിന്നെ നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാവും സൺഡേസിൽ. അതുപോലെ രാത്രി നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മന്തിൻ്റെ അവസാനം നമുക്ക് എന്തെങ്കിലും ഐസ്ക്രീം എന്തെങ്കിലും ഒരു ഐസ്ക്രീമും കിട്ടും കേട്ടോ. പിന്നെ ഉച്ചത്തെ ഫുഡെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കോളേജിൻ്റെ അടുത്ത് തന്നെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നിന്നാണ് കിട്ടുന്നത്. അല്ലാണ്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, കാരണം നമ്മളിപ്പോൾ ഒരു ഓപ്പൺ എയറിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യനാണ് ഇവിടെ ഫോൺ അലൗഡ് ആണോ എന്നുള്ളത്. ഇവിടെ ഫോൺ അലൗഡ് ആണ്, 24 മണിക്കൂർ അലൗഡ് ആണ്. ചില ഹോസ്റ്റലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 1 മണിക്കൂറിലിട്ട് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കൂടുതലും ക്ലാസ്സിന് നോട്ട്സൊക്കെ PPT ആയിട്ട് നമുക്ക് ഫോണിലൊക്കെയാണ് വരാറ്. അപ്പോൾ നമ്മൾ ഫോൺ നമുക്ക് പഠിക്കാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനമുണ്ട്. ഇവിടെ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരു പണിയും ചെയ്യേണ്ട, സത്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ചാൽ മാത്രം മതി. നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഓരോ അക്കമാരുണ്ട്. അവരെന്നും വന്ന് നമ്മുടെ റൂമാണെങ്കിൽ തുടയ്ക്കുകയോ അടിക്കുകയോ തന്നെ എല്ലാം ചെയ്തോളും. ബാത്റൂം ആണെങ്കിലും അവർ തന്നെ കഴുകി തന്നോളും. ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് റൂം ടൂറിൽ നമുക്ക് ഓരോ റൂമിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടോയ്ലറ്റും ബാത്റൂമും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നോളും. പിന്നെ ഉള്ളതാണ് ലോണ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ലോണ്ട്രി അവൈലബിൾ ആണ്. ലോണ്ട്രി ഏറ്റവും 12th ഫ്ലോറിൽ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് 12th ഫ്ലോറിലാണ്. ഇവിടെയാണ് നമ്മൾ ലോണ്ട്രി കൊടുക്കുന്നത്. നമുക്ക് യൂണിഫോം ഷർട്ട്, നമ്മുടെ യൂണിഫോം ഒക്കെ നമുക്ക് എന്നും തന്നെ കഴുകി തരും. നമുക്കിവിടെ യൂണിഫോം ഒന്നും കഴുകരുതെന്നാട്ടോ പറയണത്, കാരണം ഇവരെല്ലാം കഴുകി അയൺ ചെയ്തൊക്കെ തരും. അപ്പോൾ നമ്മുടെ ഓരോ ഫ്ലോറിനും ഓരോ ബാസ്ക്കറ്റ് ഉണ്ടാവും നമ്മുടെ യൂണിഫോം ഒക്കെ ഇടാൻ. നമ്മൾ അതിലിട്ടാൽ മതി. ഇവരെടുത്തുകൊണ്ട് പോയി കഴുകിയിട്ട് നമുക്ക് അടുത്ത ദിവസം ആകുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ നമുക്ക് വെച്ച് തരും. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ലോണ്ട്രിയുടെ വരുന്നത്. ഇത് നമുക്ക് കഴുകാനുള്ള തുണി ഇടാനുള്ള ബാസ്ക്കറ്റ്. പിന്നെ അവർ കഴുകി അയൺ ചെയ്തിട്ട് ഇതുപോലെ ആ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടാകും. പിന്നെ നോർമൽ ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ ഒരു ലോണ്ട്രി ബാഗ് ഉണ്ട്. അത് പക്ഷെ നമുക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ തരുള്ളൂ. നമുക്ക് യൂണിഫോം മാത്രമാണ് ഇന്ന് നമുക്ക് അന്നന്ന് ഇപ്പോൾ കൊടുത്ത അടുത്ത ദിവസം തന്നെ അലക്കി തരത്തുള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഔട്ടിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് 3 മാസം റെസ്ട്രിക്ഷൻ ആയിരിക്കും. അപ്പോൾ അന്നേരം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ടിംഗ് ഉണ്ട്. നമുക്ക് ഔട്ടിംഗ് വന്നത് എല്ലാ സൺഡേസിലും ആണ്. അപ്പോൾ സൺഡേ ഒരു 9 to 5:30 6 മണി വരെ നമുക്ക് ഔട്ടിങ്ങിന് പോകാം. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അറ്റൻഡൻസ് തന്നെ ടൈമാണ് കേട്ടോ. അപ്പോൾ അപ്പം നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ റൂള്. പിന്നെ നമുക്ക് ഔട്ടിങ്ങിന് പോകാനായിട്ട് ഇവിടെ നിന്ന് കോളേജ് ബസ് ഉണ്ട്. കാരണം ഇത് കുറച്ച് റിമോട്ടഡ് ഏരിയയിലാണ് ഈ ഒരു ഹോസ്റ്റൽ വരുന്നത്. ഹോസ്റ്റൽ കോളേജിൽ വരുന്നത് അങ്ങനെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഇവിടുന്ന് കോളേജ് ബസ് അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും കേട്ടോ. കോളേജ് ബസ് നമുക്ക് പുറത്തേക്കൊക്കെ പോകാനായിട്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാനും കോളേജ് ബസ് ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് നമുക്ക് ഇവിടേക്ക് ഡെലിവറീസ് ഒക്കെ അവൈലബിൾ ആണ്. ഫുഡാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിലും അതിന് ആദ്യം നമുക്ക് 3 മാസം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. പക്ഷെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് മെസ്സിൽ പോയിരുന്നു മാത്രമേ കഴിക്കാവുള്ളൂ. കാരണം നമുക്ക് റൂമിലൊക്കെ വേസ്റ്റ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പറയേണ്ടത് ഇവിടുത്തെ വാർഡന്മാരെ കുറിച്ചാണ്. ഇവിടെ ഓരോ ഫ്ലോറിനും ഓരോ വാർഡനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെല്ലാവരും തന്നെ നല്ല കമ്പനിയാണ്, അത്ര കർക്കശക്കാരൊന്നുമല്ല. നമ്മളോട് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. പിന്നെ നമുക്കിവിടെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം. അത് മാത്രമല്ല നമ്മുടെ റൂമിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബാത്റൂം ഫ്ലഷിന് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് താഴെ ഒരു മെയിൻ്റനൻസ് ബുക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് എന്താണ് പ്രശ്നം എന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ വന്ന് അത് ശരിയാക്കി തന്നായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ റൂളെന്ന് വെച്ചാൽ രാത്രി 10 മണി കഴിയുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. അതായത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്ലോറിൽ കൂടെ ഇങ്ങനെ സെക്യൂരിറ്റീസ് നടക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പരമാവധി സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കുക. പിന്നെ ബാക്കിയുള്ള ഹോസ്റ്റലിലെ പോലെ ഒന്നും ഇവിടെ അത്ര നമ്മൾ ശ്വാസം മുട്ടി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിച്ചാൽ മതി. അത്രയ്ക്ക് ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ നോർമലായിട്ട് എന്നാൽ ആവശ്യമുള്ള സമയത്ത് റൂൾസ് ഉണ്ട് താനും. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ. ഇനി ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ വരുമ്പോൾ കാണിക്കാം.
അത് വെറും ഡോക്ടറൊന്നുമല്ല, നമ്മുടെ എനപ്പോയ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടറാട്ടെ. നമുക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവർ തന്നെ വാർഡന്മാരെന്നെല്ലാം രാത്രിയൊക്കെ ആണെങ്കിൽ വാർഡന്മാർ കൂടെ വരും. നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചികിത്സയൊന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹോസ്റ്റൽസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് ഒന്ന് മെസ്സേജ് അയക്കുക, എന്നെ അതിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.